ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോസ് എടുക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ ട്രിപ്പിലാണ് കേട്ടോ നമ്മളെല്ലാവരും. അപ്പോൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോവാണ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അന്ന് ഏട്ടന് ലീവാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും മോളും പിന്നെ അത് ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മോളിനെയും വിളിച്ചു. ഇനി ചേച്ചിയുടെ മോനെ വിളിക്കണം കേട്ടോ. ഇത് വേറൊരു ചേച്ചി കേട്ടോ. ഏട്ടൻ്റെ എന്താ പറയുക മൂന്നാമത്തെ ചേച്ചിയുടെ വീടാണിത്. അപ്പോൾ അവിടെ ചേച്ചി ഇവിടെ ഇല്ല കേട്ടോ. ചേച്ചി ഗോവയിൽ പോയിരിക്കുകയാണ്. അപ്പം മോൻ മാത്രമേ വീട്ടിലുള്ളൂ കേട്ടോ. അപ്പം മോനെയും വിളിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോവുകയാണ്. അപ്പം ഇന്ന് ഫുൾ ഡേ നമ്മൾ പുറത്താണ് കേട്ടോ. കോയമ്പത്തൂരാണ് പോണത്. പിന്നെ അവിടെ വേറെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവിടെ ഒരു മാളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ശിവൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് എന്താ പറയുക ഫ്ലാസ്ക് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി ഫ്ലാസ്ക് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഇതാ ഞാനും സാന്ദ്രയും ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളിത് ഇറങ്ങുകയായിട്ടോ. അപ്പോൾ ഇതാ മോളുണ്ട്. മോളും ഇപ്പം എല്ലാവരും ഇന്ന് ബ്ലാക്കിലാണ് കേട്ടോ. എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിലാണ് കേട്ടോ. എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ഇടാമെന്ന് പറഞ്ഞെടുത്തൊന്നല്ല, അങ്ങനെ ആയിപ്പോയി. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ട്രിപ്പൊക്കെ. അപ്പോൾ നമ്മളിത് ഇറങ്ങായി. അപ്പോൾ ഇതുപോലെ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് കുറേ ആയിട്ടോ, മാസങ്ങളായി. ഇപ്പോൾ മോളെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ 10th അല്ലേ. അപ്പോൾ അതുകൊണ്ട് അധികം എവിടെയും പോകണില്ല കേട്ടോ. അപ്പോൾ ക്രിസ്മസ് സെക്ഷൻ ഒരു ദിവസം പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞതാണ് കേട്ടോ ഏട്ടൻ. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടി പോവാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി മൂഡിലാണ് കേട്ടോ പോണേ. രാവിലെ നേരത്തെ ഇറങ്ങി കേട്ടോ. 6 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് 6:30 കഴിഞ്ഞു കേട്ടോ ഇറങ്ങുമ്പോൾ. അപ്പോൾ നമ്മളിത് അവിടെ സാന്ദ്രനെയും വിളിച്ചു, ശിവാനെയും വിളിച്ചു. ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോണ വഴിയിൽ കുറേ എന്താ പറയുക വലിയ റീൽസൊക്കെ എടുത്തു, പാട്ടൊക്കെ വെച്ച് അടിപൊളി എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ദിവസത്തിന് ശേഷമുള്ളൊരു അടിപൊളി ട്രിപ്പൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് എന്തായാലും ഷോപ്പൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തു. ഇന്ന് ഷോപ്പില്ലല്ലോ, ഫുൾ ഡേ അവിടെ ആരും ഇല്ലല്ലോ. കണ്ണമ്മ ചേച്ചിനെ പിന്നെ ചേച്ചിയുടെ വീട്ടിലാക്കി. എന്നിട്ട് നമ്മൾ വിളിച്ചാൽ വരില്ല കേട്ടോ. എവിടെയും അങ്ങനെ യാത്രയൊന്നും പോകുമ്പോൾ വിളിച്ചാൽ വരികയില്ല. അപ്പോൾ അടുത്ത് നമ്മുടെ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ആക്കിയിട്ടാണ് പോവാറ് കേട്ടോ. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ അവിടെ ഒരു ഹോട്ടലിൽ കയറി. മോള് വന്നിട്ട് ഗീ റോസ്റ്റ് പറഞ്ഞു. പിന്നെ ഞാൻ മസാല ദോശയാണ് കേട്ടോ മസാല ദോശ പറഞ്ഞു. പിന്നെ ഏട്ടൻ വന്നിട്ട് ഒനിയൻ റോസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനും ശിവി മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പൊങ്കലും വാങ്ങിച്ചു കേട്ടോ. പൊങ്കൽ അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ ടേസ്റ്റ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതൊരു ചോറാണ്, നെയ്യൊക്കെ നിറയെ ഒഴിച്ചിട്ടുള്ളൊരു ചോറ് കൊണ്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. അങ്ങനെ അത് പിന്നെ എല്ലാവരും കൂടി കുറച്ച് കഴിച്ചു. പിന്നെ അതാ രാവിലത്തെ ടിഫിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. മസാല ദോശ, ചട്നി, ചമ്മന്തി, പിന്നെന്താ മല്ലിയിൽ ചമ്മന്തി, അങ്ങനെ 3 ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാർ, ചട്നി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പിന്നെ യാത്ര ചെയ്യാണ് കേട്ടോ. ഇനിയും കുറേ ദൂരമുണ്ട് കേട്ടോ പോകാനായിട്ട്. അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്ക് ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേ നല്ല ഭംഗിയായിട്ടുള്ള ബെല്ലുകളൊക്കെ കണ്ടു കേട്ടോ. അപ്പം നമ്മളത് കുറച്ച് വാങ്ങിച്ചു കേട്ടോ. ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, എന്നാലും കൂടി നമുക്ക് ഷോപ്പിലേക്ക് കുറച്ച് നന്നായിട്ടുണ്ടാവും, വെറൈറ്റി ആയിട്ടുണ്ടാവും പറഞ്ഞിട്ട് അത് നമ്മൾ കുറച്ച് വാങ്ങിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ സമയം ഉച്ചയായി. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയിട്ടോ. നമ്മൾ സദ്യയാണ് വാങ്ങിച്ചത്, മീൽസാണ് കേട്ടോ. നിറയെ കറികളും പായസം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു, അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. അത് ഫുള്ളായിട്ടൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും കറികളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിയൽ, ഉപ്പേരി, പിന്നെന്താ കാബേജ് തോരൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പായസം ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ ഫുഡൊക്കെ ഉച്ചയ്ക്ക്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ മാളിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ നമ്മൾ അവിടെ എന്താ പറയുക, അവിടെ ഒരു മാളുണ്ട് കേട്ടോ, പ്രോസോൺ മാൾ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി. പിന്നെ അവിടെ പോയിട്ട് ഒരു തമാശ ഉണ്ടായിട്ടാ, അപ്പോൾ അത് കാണിക്കാം കേട്ടോ വീഡിയോയിൽ. ഇതാണ് കേട്ടോ മാള്, പ്രോസോൺ മാൾ ഇതാണ്. അപ്പോൾ അവിടെ വന്നിട്ടില്ലേ എന്താണെന്നറിയോ സംഭവം, അവിടെ ഒരു മസാജിങ് ചെയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് ചെയറിൽ ഇങ്ങനെ സുഖമായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മസാജിങ് ചെയറാണെന്ന് കേട്ടോ. അത് ഇലക്ട്രോണിക് വേസിൽ നമ്മളതിൽ കിടന്നാൽ അങ്ങനെ നമ്മളെ മസാജ് ചെയ്യും അത്രേ, ബോഡി മൊത്തം മസാജ് ചെയ്യണം, അങ്ങനെ ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ശരി ഒന്ന് ട്രൈ ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് അതിൽ ഞാൻ കയറിയിട്ടോ. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു, അത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിതാ കുറേ മാലകളും വളകളും ഒക്കെ നോക്കി. ഒന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രം. അവിടെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ക്രിസ്മസ് ട്രീയും അതുപോലെ സ്റ്റാർസും കുറേ ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനെ ഒക്കെ എന്താ പറയുക ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ വലിയൊരു ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കേക്കിൻ്റെ ഒരു മോഡൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ടെഡി ബെയറൊക്കെ വെച്ച് നന്നായി അലങ്കരിച്ചിട്ട്. ഇത് കണ്ടില്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മുടെ ഇവിടെ പാലക്കാട് ലുലു മോള് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസ് സെലിബ്രേഷൻ ആ സമയത്ത്. അപ്പോൾ അത്രയ്ക്ക് ഗ്രാൻഡായിട്ടുള്ള ഡെക്കറേഷൻ കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാ പിന്നെ ടെഡി ബെയർ, പിന്നെ ഗിഫ്റ്റ് സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ ചുറ്റി അടിച്ചു, 3-4 ഫ്ലോർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം കറങ്ങി ഒക്കെ കണ്ടു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ മസാജിങ് ചെയർ ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ പോകുമ്പോണ്ട് അവിടെ ഞാൻ കണ്ടു കേട്ടോ, അതാ മസാജിങ് ചെയർ ഇതാണ് കേട്ടോ സംഭവം. അയ്യോ, അവരിയ്ക്കുന്ന കണ്ടില്ലേ, കുറേ ചേച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് കിടക്കണം കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം കേട്ടോ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കയറാൻ 10 മിനിറ്റിന് 160 രൂപ അങ്ങനെ എത്രയാണ് കേട്ടോ. അപ്പം ഞാനതിലിരുന്നു. എന്താ സംഭവം എന്നൊന്നും അറിയണില്ല കേട്ടോ. ഞാനാകെ ഒരു പേടിച്ച പോലെയൊക്കെയാണ് കേട്ടോ അതിലിരുന്നത്. എന്ത് സംഭവം എന്നൊന്നും ആദ്യം മനസ്സിലായില്ല കേട്ടോ. എന്തൊക്കെയോ അവിടെ എവിടെയും അങ്ങനെ നമ്മളെ എന്താ പറയുക എന്തൊക്കെയോ കൊണ്ട് കുത്തണ പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ആകെ എന്തോ ഒരു അസ്വസ്ഥത പോലെയൊക്കെ തോന്നി. ബാക്കിയുള്ളവരൊക്കെ മിണ്ടാണ്ട് സൈലൻ്റായി ഇരിക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാത്രം എന്തൊക്കെയോ പറയുന്നുണ്ട് പറഞ്ഞിട്ട് മോള് പറഞ്ഞു. പിന്നെ മോളുടെ വീഡിയോ ഒക്കെ ഞാൻ കുറേ എടുക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. അവൾ ഞാൻ കാണിക്കാൻ കണ്ടിട്ട് ചിരിച്ചൊരു വഴിയായി. പിന്നെ വീഡിയോ ആകെ കുറച്ച് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കഴിഞ്ഞു എണീക്കുകയാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ കാലും കൈയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യണ പോലെ എന്തൊക്കെയോ ഒരു സംഭവം കൊണ്ട് ഇങ്ങനെ ടൈറ്റാക്കുകയും പിന്നെ ഇങ്ങനെ ലൂസാക്കുകയും പിന്നെ എന്തൊക്കെയോ ചെയ്യണം കേട്ടോ. ആകെ ഇരുന്ന് എൻ്റെ മുടിയൊക്കെ ആകെ കേട് വന്നു കേട്ടോ. പിന്നെ 2ാം പ്രാവശ്യം മുടിയൊക്കെ കെട്ടി. പിന്നെ അതാ വീണ്ടും നമ്മളവിടെ കുറച്ചും കൂടി കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പിന്നെ അതാ നമ്മൾ ടി വി ഒക്കെ ചുമ്മാ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. എന്തായാലും അവിടെ വന്നതല്ലേ, അപ്പോൾ എല്ലാം നോക്കി കറങ്ങി കാണാൻ പറഞ്ഞിട്ട് ഏട്ടൻ പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ടി വിയുടെ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ സമയം ഉണ്ടായിരുന്നു കേട്ടോ, വൈകുന്നേരം പിന്നെയും സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇഷ പോകാമെന്ന് പ്ലാൻ ഇട്ടു കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങനെ ഇഷായോഗ പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്, എന്നാലും നമ്മൾ ആ ലൈറ്റിങ് കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ 7 മണി മുതലൊരു ദിവ്യ ദർശനം ഉണ്ടാവും കേട്ടോ. ലൈറ്റ് സെറ്റിങ്സൊക്കെ നന്നായിട്ടുണ്ടാവും കാണാൻ. 7 മണി മുതലാണ് കേട്ടോ. അന്നൊക്കെ വന്നപ്പോൾ ഒരിക്കൽ മഴയായിരുന്നു, പിന്നെ ഒരിക്കൽ അത് ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ കാര്യങ്ങൾ കൊണ്ട് കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഇത് പെട്ടെന്ന് അവിടെ നിന്ന് പ്ലാൻ ചെയ്താട്ടോ, സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പം എന്നാൽ ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളിത് അവിടെ എത്തി. നമ്മളവിടെ എത്തുമ്പോൾ 6:30 കേട്ടോ. 6:30ക്ക് നമ്മളവിടെ എത്തി. ഇത് വന്നിട്ട് ഒരു 7-7:15 കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ അവിടെ വണ്ടി നിർത്തി നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ അങ്ങോട്ട് പോയില്ല കേട്ടോ, അപ്പുറത്ത് അമ്പലമുണ്ട്, അവിടെ പോയില്ല. അതിന് അവിടെ പോകുമ്പോൾ പിന്നെ തിരിച്ച് വരുമ്പോഴേക്കും ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ കഴിയും. ഒരിക്കൽ അങ്ങനെയാണ് കേട്ടോ ഉണ്ടായത്. നമ്മൾ വന്നിട്ട് അവിടെ തൊഴുത് തിരിച്ചിവിടെ വരുമ്പോഴേക്കും ലൈറ്റിംഗ് കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മാത്രമായിട്ട് വന്നതാണ്. അപ്പോൾ ലൈറ്റിംഗ് കാണുക എന്നുള്ളതാണ് നമ്മുടെ എന്താ പറയുക ഉദ്ദേശം. അപ്പോൾ അവിടേക്ക് നമ്മൾ എന്തായാലും പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത് കാണാമെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ വന്നതാണ് കേട്ടോ. അങ്ങനെ സമയം ആവണേ ഉള്ളൂ. 6:30ക്ക് നമ്മൾ എത്തിയല്ലോ, ഇനിയും സമയമുണ്ട് കേട്ടോ. 7:15 കഴിയത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളവിടെ വണ്ടിയൊക്കെ നിർത്തി. പിന്നെ മോള് പാനിപ്പൂരി വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ നമ്മളിത് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. പിന്നെ പുറത്തിറങ്ങിയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അതൊക്കെ തന്നെയല്ലേ പണി. ഏട്ടനാണെങ്കിൽ അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇഷ്ടമാണ്, എന്നാലും ഒരുപാട് വെറുതെ ഫോട്ടോ എടുക്കുക പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ ഞാൻ നിർബന്ധിച്ചിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മളവിടെ എത്താറായിട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് പറഞ്ഞാലും പറ്റില്ല, അത്ര തിരക്കായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തേക്കൊന്നും നമുക്ക് കയറാൻ പറ്റിയില്ല. അവിടെ ഇരിക്കണ ഒരു പ്ലേസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഫുള്ളായിരുന്നു കേട്ടോ ആൾക്കാർ. അപ്പം നമ്മളതിൻ്റെ പുറത്തായിരുന്നു നിന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഭയങ്കര തിരക്കായിരുന്നു, ഫുള്ളായിട്ട് ആൾക്കാരാണ് കേട്ടോ. കാണാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ ദിവ്യ ദർശനം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 7-7:15 ആയപ്പോൾ എല്ലാ ലൈറ്റും ഓഫാക്കി കേട്ടോ. എല്ലാ ലൈറ്റും ഓഫാക്കി കഴിഞ്ഞ ശേഷം പിന്നെയാണ് കേട്ടോ അത് സ്റ്റാർട്ട് ചെയ്തത്. ശേഷം എന്താ പറയുക ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇറങ്ങിയിട്ടോ, തിരിച്ച് റിട്ടേൺ ആണ്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ സിമ്പിളായിട്ട് ചപ്പാത്തിയാണ് കഴിച്ചത് കേട്ടോ. മോൾക്ക് പെട്ടെന്ന് വയറ് വേദന വന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ മോൾക്ക് ഭയങ്കരമായിട്ട് വയറ് വേദനിക്കുന്ന പോലെ ഉണ്ടായിരുന്നു, ഗ്യാസിൻ്റെ പ്രശ്നമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ട് ചപ്പാത്തി മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. മോൾ ഒരു ചപ്പാത്തി അതും കഴിച്ചില്ല. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ട്രിപ്പിൻ്റെ വ്ളോഗായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.